അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ 39.8% ഓഫ് ആൾക്കാരാണ് വർക്ക് ഫോഴ്സിലുള്ളതെന്ന് പറഞ്ഞു. അതായത് 2011 സെൻസസ് അനുസരിച്ച് 39.8% ആൾക്കാരാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. ഈ ഒരു വർക്ക് ഫോഴ്സിൽ ഏതൊക്കെ സെക്ടേഴ്സിൽ ഏതൊക്കെ ജോലികളാണ് ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 സെക്ടേഴ്സിൻ്റെ ബേസിക്കലി പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അതിൽ പ്രൈമറി സെക്ടറിൽ 54% ആൾക്കാർ, അതായത് പകുതി ആൾക്കാരും ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. പിന്നെ 23% ആൾക്കാർ സെക്കൻഡറി സെക്ടറിലും അതുപോലെ 21% ടെറിഷറി സെക്ടറിലും. അപ്പോൾ ഏറ്റവും കുറവ് ആൾക്കാർ ജോലി ചെയ്യുന്നത് ടെറിഷറി സെക്ടറാണ്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, അതായത് നമ്മൾ റോ മെറ്റീരിയൽ ഡയറക്റ്റ് നേച്ചറിൽ നിന്ന് എടുക്കുന്ന ഒരു സെക്ടറാണ്. ഇപ്പം മൈനിങ്, അഗ്രികൾച്ചർ. മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ എടുക്കുന്നു, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ്, റൈസൊക്കെ എടുക്കുന്നു, അതൊക്കെ നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുക. എന്നിട്ട് സെക്കൻഡറി സെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ ഇത് പ്രോസസ്സാക്കും. ഈ വീറ്റ് ഒരു ഗോതമ്പ് പാക്കറ്റ് ആക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റീൽ ഒരു അയൺ റോഡാക്കുക, ഇതൊക്കെ നടക്കുന്നതാണ് സെക്കൻഡറി സെക്ടർ. ഇനി ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സെക്ടറാണ്. അതായത് ഈ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ സർവീസസിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സർവീസ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, അതുപോലെ കസ്റ്റമർ കെയർ, ഇതൊക്കെ ഓരോ സർവീസസാണ്. ഈ ആദ്യത്തെ 2 സെക്ടറും നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് വീറ്റ് നമുക്ക് തൊടാൻ പറ്റും, അയൺ നമുക്ക് ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെറ്റീരിയൽസ് തൊടാൻ പറ്റും. പക്ഷേ എഡ്യൂക്കേഷൻ, സർവീസസ്, കസ്റ്റമർ കെയർ, ഇതിന് ഇൻടാഞ്ചിബിൾ സർവീസസാണ്, ഇൻടാഞ്ചിബിൾ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇന്ത്യയിലെ 39.8%. 2011 സെൻസസാണ് 39.8. ഇപ്പോൾ ഏകദേശം 50% ആൾക്കാർ വർക്ക് ഫോഴ്സിലുണ്ട്. ഈ വർക്ക് ഫോഴ്സിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ഡിഫറെൻറ്റ് സെക്ടേഴ്സും അതിൻ്റെ പെർസെൻറ്റേജ് വൈസും വരുന്നത്. അതുപോലെ ഇനി GDP കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് എല്ലാ സെക്ടേഴ്സും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 14%. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി സെക്ടർ വെറും 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അയർണിക്കലി ഏറ്റവും കുറവ് ആൾക്കാർ എംപ്ലോയിഡ് ആയിട്ടുള്ള ടെറിഷറി സെക്ടർ 54. ഈ നമ്മുടെ എക്കണോമീൻ്റെ ഹാഫ് ഓഫ് ദി പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറാണ്. വെറും 21% ആൾക്കാരാണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പകുതിയോളം GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.